ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലൂടെ ദക്ഷിണേന്ത്യയെ ദുർബലപ്പെടുത്താനാണ് മോദി സർക്കാർ ശ്രമമെന്ന് എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. ഇതിൻ്റെ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, ഇത് തമിഴ്നാടിനെ മാത്രം ബാധിക്കുന്നതല്ല, ദക്ഷിണേന്ത്യയെ ആകെ ബാധിക്കുന്നതാണ്. അത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഉൾക്കളികളാണ്. ഇത് ബോധ്യമാക്കിയാണ് എം.കെ. സ്റ്റാലിൻ രംഗത്തെത്തുന്നത് പരസ്യമായ വിമർശനത്തിലൂടെ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അജിംഷാദ്, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു സമരത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ഭാഷാ യുദ്ധത്തിന് തയ്യാറാണെന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ പുനർനിർണയിക്കുന്നതിലൂടെ തമിഴ്നാടിനെ മാത്രമല്ല മറിച്ച് ഈ സൗത്ത് ഇന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു പുനർനിർണയം വരുന്നതിലൂടെ തമിഴ്നാടിന് 8 സീറ്റുകളോളമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ കൃത്യമായി ലോക്സഭയിൽ ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഇത് തമിഴ്നാടിന്റെ മാത്രം അവസ്ഥയല്ല. ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഒരു സാഹചര്യം ഇത് തന്നെയായിരിക്കും. അതായത് തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഈ പുനർനിർണയത്തിലൂടെ സീറ്റുകൾ കുറയുന്ന സാഹചര്യമുണ്ടാകും. പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങൾ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പാക്കുകയും കുടുംബാസൂത്രണം കൃത്യമായി തന്നെ നടപ്പാക്കുകയും അത്തരത്തിൽ വലിയ വികസനമൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഒരു ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ എത്തുന്നത് തടയാനുള്ള അല്ലെങ്കിൽ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ്. അതാണ് ഈ ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലൂടെ യഥാർത്ഥത്തിൽ സീറ്റുകൾ പ്രത്യേകിച്ച് ജനസംഖ്യ അല്ലെങ്കിൽ ഇത്തരം കുടുംബാസൂത്രണമൊക്കെ വഴി ജനസംഖ്യയുടെ കാര്യത്തിലൊക്കെ ലിമിറ്റാകുന്ന ഒരു സൊസൈറ്റിക്ക് വരുന്ന നഷ്ടം സംബന്ധിച്ച് പറയുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല, അവിടെ സീറ്റുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരം രീതിയിൽ ദക്ഷിണേന്ത്യയെ ഒതുക്കുന്നതെന്ന് തുറന്നു പറയുകയാണ് യഥാർത്ഥ സ്റ്റാലിൻ, അല്ലേ വിഷ്ണു? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്ന് വ്യക്തമായി തന്നെ എം.കെ. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കാരണം നിലവിൽ ഇത്തരത്തിൽ ഈ ഡീലിമിറ്റേഷൻ അടക്കം കൊണ്ടുവന്നുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുന്ന സാഹചര്യമാണ്. തമിഴ്നാട്ടിൽ 8 സീറ്റുകൾ കുറയുമെന്ന ആശങ്കയാണ് എം.കെ. സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ എത്തുന്നത് തടയുക അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കാര്യമടക്കം ചർച്ച ചെയ്യുന്നതിന് സർവകക്ഷി യോഗം ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 5-നാണ് അത്തരത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 40ഓളം ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ വലിയ വിമർശനവുമായാണ് ഇപ്പോൾ എം.കെ. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എത്തുന്നത്.